ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും ചുണ്ടിലെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലഭം. പി പത്മരാജന്റെ അവസാന ചിത്രമായ ഞാൻ ഗന്ധർവൻ ബോക്സ് ഓഫീസിൽ മിന്നൽ പിണർ സൃഷ്ടിച്ചില്ല. പ്രണയത്തിന്റെ മൂലക്കല്ലുകളായി പിന്തിരിപ്പനും പാരമ്പര്യവും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്ത് അക്കാലത്ത് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഭാമ കടൽ തീരത്ത് ഉല്ലസിച്ചു നടക്കുമ്പോൾ സമീപത്തൊരു ചെറിയ മരപ്പാവ പറന്നു നടക്കുന്നത് അവൾ കാണുന്നു. തിരമാലകൾക്കൊപ്പമുള്ള അതിന്റെ മൃദുലമായ ആടലിനെ പിന്തുടരാൻ അവളെ പ്രേരിപ്പിക്കുന്നത് പോലെ. അവൾക്ക് കൗതുകം വർദ്ധിച്ചു. അവൾ അതൊരു തുണിസഞ്ചിയിൽ പതുക്കെ വെക്കുന്നു. രാത്രിയിൽ ഹോസ്റ്റൽ മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ അവളുടെ റൂംമേറ്റ്സ് ഉറങ്ങുമ്പോൾ ഭാമയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പാവയുടെ മുഖത്താരോ മന്ത്രിച്ചതിൻ്റെ മങ്ങിയ ഓർമ്മകൾ അവശേഷിക്കുന്നു. രഹസ്യമായി അവൾ ബാഗിൽ നിന്ന് ആ രൂപം പുറത്തെടുക്കുന്നു. പക്ഷേ ഇരുട്ടിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നത് ഭാമ കാണുന്നു. ഭാമ പാവയെ കട്ടിലിൽ വെച്ചിട്ട് ജനാലകൾ അടയ്ക്കാൻ വേഗത്തിൽ നീങ്ങുന്നു. പക്ഷേ അത് കാണുന്നില്ല. അടുത്ത സന്ദർഭത്തിൽ ഒരു അപരിചിതൻ അവളെ കിടക്കയിലേക്ക് വലിച്ചിഴച്ച് മൃദുവായി ചുംബിക്കുന്നു. വെളുത്ത തൂവലുകളുടെ മൂടൽമഞ്ഞ് അവശേഷിപ്പിച്ച് അയാൾ അപ്രത്യക്ഷനാകുന്നു. ആഖ്യാനത്തിലെ സ്വർഗീയ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ആദ്യ സൂചനയാണിത്. വിശാലമായ നഗ്നമായ പുറകിലൂടെ വളഞ്ഞു കിടക്കുന്ന നീണ്ട മേനിയും നെറ്റിയിൽ തിളങ്ങുന്ന ശിരോവസ്ത്രവും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദയയുള്ളതും ആർദ്രവുമായ പുഞ്ചിരിയുമുള്ള ഗന്ധർവൻ. പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച ഞാൻ ഗന്ധർവൻ പാരമ്പര്യങ്ങളിൽ മുങ്ങിക്കുളിച്ച ഒരു ആധുനിക സമൂഹത്തിനെതിരെയുള്ള പഴയ ഗന്ധർവൻ പുരാണത്തിന്റെ ഉജ്ജ്വലമായ പുനരാഖ്യാനമാണ്. യഥാർത്ഥ മനുഷ്യനും പുരാണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും കാണപ്പെടുന്നു. പലപ്പോഴും ആകർഷകമായ ഗന്ധർവനുമായി ബന്ധപ്പെട്ട ക്ലീശകളെ അട്ടിമറിക്കുന്നു. പഴയ മുത്തശ്ശിയുടെ കഥയിലെ ഗന്ധർവൻ കലാപത്തിനും ലൈംഗിക ഉണർവിനും ഒരു പ്രേരകമായിരുന്നു. ഗന്ധർവ വിവാഹം അനൗപചാരികമായും രഹസ്യമായും ദമ്പതികൾക്കിടയിൽ അധാർമിക പ്രണയത്തിന് തുല്യമായി നിയമപരമായി ക്രമീകരിച്ച വിവാഹത്തിന്റെ മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു നടത്തിയത്. ഈ സ്വർഗീയ അപരിചിതനുമായി അതിശയകരമായ ലൈംഗിക ഉണർവിന്റെ വക്കിലെത്തിയിരിക്കുന്ന ഒരു കൗമാരക്കാരിയാണ് ഭാമ. അവനൊരു അമാനുഷിക ജീവിയാണെന്ന് അവൾക്ക് ഭയമില്ല. വാസ്തവത്തിൽ ഓരോ കൂടിക്കാഴ്ചയും ഇന്ദ്രിയപരമായ ഒരു സ്വയം കണ്ടെത്തലായിരുന്നു. അവന്റെ സ്വർഗീയ ദർശനം മുതൽ ജീൻസിലും ഷർട്ടിലുമുള്ള ആധുനിക രൂപം വരെ ഒരു രൂപമാറ്റക്കാരനാകാനുള്ള കഴിവ്. ചിത്രശലഭം, നായ്ക്കുട്ടി, മുയൽ. ഭാമ അവനോട് ഭ്രാന്തമായി പ്രണയത്തിലാകുന്നു. ഗന്ധർവന്റെ വിധി തന്നെ ഇരയാക്കുന്ന മറ്റൊരു പ്രതിയോഗിക്കും ആ കഥയിൽ ഇടമില്ല. സ്വർഗത്തിൽ വരാനിരിക്കുന്ന ക്രൂരതകൾക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് അവൻ ഭാമയുമായി അഗാധമായി പ്രണയത്തിലാവുകയും ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്നു. അമാനുഷിക ഘടകങ്ങൾ രസകരമായി നെയ്തിരിക്കുന്നു. അവൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന ശക്തമായ കാറ്റിൻ്റെ കുത്തൊഴുക്ക്, അവനെ കാത്തിരിക്കുന്ന ശിക്ഷകൾ പ്രവചിക്കാൻ രക്തം സ്രവിക്കുന്ന ഒരു മരത്തിൻ്റെ പുറംതൊലി, അവൻ്റെ ശബ്ദം നഷ്ടപ്പെട്ട ശരീരത്തിൽ 7 പകലും രാത്രിയും അടികൊണ്ട് മാത്രം അത് തിരികെ ലഭിക്കുന്നു. അവളെ കണ്ടുമുട്ടുന്നതിൻ്റെ അപകടങ്ങൾ അറിഞ്ഞിട്ടും അവൻ്റെ പ്രണയം അവനെ അവളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അവസാന രംഗത്തിൽ അവൻ വിട പറയാൻ തയ്യാറെടുക്കുമ്പോൾ വാക്യങ്ങൾ ക്രൂരത നിറയ്ക്കുന്നതിന് അവരുടെ ബന്ധം പൂർത്തിയാക്കാൻ അവനോട് അപേക്ഷിക്കുന്നത് ഭാമയാണ്. ഈ കഥയുടെ ഇരുണ്ട വശം എന്തെന്നാൽ ഗന്ധർവന്റെ കൃത്യമായ പദ്ധതിയായിരുന്നു അത്. അതിലൂടെ അവൻ അവളെ തൻ്റെ ദൗത്യത്തിൽ വിജയിക്കാൻ സഹായിക്കുന്നതിന് അവളുടെ കന്യകാത്വം എടുക്കുക, എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ശ്രദ്ധിക്കുക. അവൻ എങ്ങനെ ഒരു ഇരയായി സ്വയം നിലകൊള്ളുന്നു, അവളുടെ വിശ്വാസം നേടാൻ സമയം ചെലവഴിക്കുന്നു, താൻ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് നിരന്തരം അവളെ ഓർമ്മിപ്പിക്കുന്നു, അവളുടെ കുടുംബത്തെ കീഴടക്കുന്നു, അവളെ വശീകരിക്കാൻ ശ്രമിക്കുന്നില്ല. അവൻ്റെ വേർപാടിനു ശേഷം അവൾ അവശേഷിച്ച മാനസികാവസ്ഥയെക്കുറിച്ച് ഒരാൾക്ക് ചിന്തിക്കാൻ മാത്രമേ കഴിയൂ. അവൾക്ക് ആരുമായും പങ്കിടാൻ കഴിയാത്ത ഈ ഏകാന്തത, ഈ ആഘാതകരമായ സത്യം, എങ്ങനെ അവൾ ജീവിക്കും? ആരെയും ഭ്രാന്തനാക്കാൻ ഇത് പര്യാപ്തമല്ലേ? ഗന്ധർവൻ പാരമ്പര്യത്തിനനുസൃതമായി സംഗീതം ആഖ്യാനത്തിൽ അതിമനോഹരമായി ഇഴുകിച്ചേർന്നിരിക്കുന്നു. നായകന്റെ സ്വർഗീയ ഭൂപ്രകൃതിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതേസമയം ഛായാഗ്രാഹകൻ വേണു ഒരേ സമയം അടുപ്പമുള്ളതും അമാനുഷികവുമായ ഫ്രെയിമുകൾ സൃഷ്ടിക്കുന്നു. അമാനുഷിക ശക്തികളെ പശ്ചാത്തലത്തിലേക്ക് ലയിപ്പിച്ച് സ്ക്രീനിൽ വൈകാരികമായും ഇന്ദ്രിയപരമായും ഉന്മേഷദായകമായ ഒരു അനുഭവമാക്കി മാറ്റാൻ അനുവദിക്കുന്ന ഒരു ദൃശ്യതന്ത്രവുമില്ല. നിതീഷ് ഭരദ്വജിന്റെ അന്തർലീനമായ കുലീനതയുടെയും ദയയുടെയും പ്രഭാവലയം അദ്ദേഹത്തിന്റെ ഗന്ധർവൻ അഭിനയത്തിൽ വളരെയധികം സഹായിക്കുന്നു. കൂടാതെ ഭാഗികമായി ദുർബലയും ഇന്ദ്രിയപരവുമായ സുവർണ ആനന്ദുമായി മനോഹരമായ ഒരു രസതന്ത്രവുമുണ്ട്. റിലീസ് ചെയ്ത സമയത്ത് ഞാൻ ഗന്ധർവൻ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു.
സൗന്ദര്യാത്മകമായി ചിത്രീകരിച്ച അടുപ്പമുള്ള രംഗങ്ങളെ ശുദ്ധതാവാദികൾ എതിർത്തു. ദുഃഖകരമെന്ന് പറയട്ടെ, റിലീസ് ചെയ്ത ഏതാനും മാസങ്ങൾക്ക് ശേഷം പത്മരാജൻ മരിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഏതൊരു പത്മരാജൻ ചിത്രത്തെയും പോലെ ഇതിപ്പോഴും മികച്ച നിലയിൽ തന്നെ തുടരുന്നു.